നമസ്കാരം, യുഎനിലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ. നമ്മൾ നിൽക്കുന്നത് ഗുരുമന്ദിർ സാഹിബിലാണ്. ഇത് സിഖിസത്തിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സിഖുകാരൊക്കെ പ്രാർത്ഥനാലയമാണ്, ടെമ്പിളാണ് ഗുരുമന്ദിർ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സിഖുകാരുടെ ബേസാണ്, അല്ലെങ്കിൽ അവരുടെ ടെമ്പിളാണ് ഗുരുദ്വാര എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ആകെ ഒരു ഗുരുദ്വാരയേ ഉള്ളൂ, അതിതാണ്. ഏകദേശം 50 കൊല്ലത്തോളമായി ഇത് പണി കഴിപ്പിച്ചിട്ട്. അപ്പം ഏകദേശം 30-40ഓളം സിഖ് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അപ്പം മറ്റൊന്നുള്ളത് നേവൽ ബേസിലാണ്. ചെറിയൊരു ഗുരുദ്വാര അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സോ ഇതാണ് ഗുരുദ്വാര. അപ്പോൾ എന്താണ് സിഖിസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും എല്ലാവരെയും ഒരുപോലെ കാണുക, അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയോടെയാണ്. അതാണ് സിഖിസത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ ഗുരു നാനാക്കിൻ്റെ 555ാമത്തെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ എത്രയും റഷ് കാണാൻ പറ്റുന്നത്, ഇത്തരം ആൾക്കാരെയും തിരക്കുകളൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. സിഖിസത്തിൻ്റെ ഫൗണ്ടറാണ് ഗുരു നാനാക്ക് ദേവ്ജി. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആൾക്കാരെ ഒരുപോലെ കാണണം, ഒരുപോലെ സെർവ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹമാണ്. പിന്നീട് 10 ഗുരുക്കളുണ്ടായിരുന്നു. ഗുരു ഗോവിന്ദ് സിംഗ് ആണ് അവസാനത്തെ ഗുരു. അപ്പോൾ അദ്ദേഹമാണ് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹോളി ബൈബിള് എഴുതുന്നു. അതായത് അതുവരെയുള്ള ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്നാക്കി കമ്പൈൻഡ് ചെയ്തിട്ടാണ് ഗുരു ഗ്രന്ഥ് സാഹിബ് എഴുതുന്നത്. ഇനി ഇതാണ് നിങ്ങളുടെ ഗുരുവെന്നും ഇനിയൊരു ഗുരു ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത് എഴുതുന്നത്. അപ്പോൾ അതാണ് എല്ലാ ഗുരുദ്വാരകളിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഇവർ വായിക്കുന്നത്, അതാണ് ഇവരുടെ ലൈഫിൻ്റെ വഴികാട്ടി, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് ഇവരുടെ ജീവിതം ഇപ്പോൾ ഇവോൾവ് ചെയ്തു വരുന്നത്. സോ ഇതാണ് സിഖിസത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കൊച്ചിയിൽ ഞാൻ പറഞ്ഞാൽ ഏകദേശം 10-30ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം കേരളത്തിൽ വേറെ ടെമ്പിൾസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഗുരുദ്വാരകളൊന്നുമില്ല, ആകെയുള്ള ഇതാണ്. അതുകൊണ്ട് ഗുരു നാനാക്ക് ഡേ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഒത്തിരി വർഷമായിട്ട് 150 വർഷമായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം പലരും ഇന്ന് കാണുന്ന അതായത് 10-50 വർഷമൊക്കെ പ്രായമുള്ളവരൊക്കെ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. അവരെ കൂടുതൽ സിഖിസം എന്താണ്, അല്ലെങ്കിൽ ഗുരുദ്വാര എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ കൊച്ചിയെക്കുറിച്ചൊക്കെ നമുക്ക് അവരോട് കൂടുതലായിട്ട് ചോദിച്ചറിയാം. എത്ര വർഷമായി കൊച്ചിയിൽ? ഇവിടെ തന്നെയാണ്. ഇവിടെ ജനിച്ച് വളർന്നതാണ്. എനിക്കൊരു 32 വർഷം ഇവിടെ വന്നിട്ട്. സോ എങ്ങനെയാണ് കൊച്ചിയിലോട്ട് വരുന്നത്? ഫാദറായിട്ട് വന്നതാ. ഫാദറിന്റെ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വന്നതാണ്. ജനിച്ച വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. എല്ലാവരും സിഖുകാരാണോ? എല്ലാവരും സിഖുകാരാണ്. അരവിന്ദർ കൗർ. എത്ര വർഷമായിട്ട് കൊച്ചിയിൽ? 24. ഇവിടെ വന്നതാണോ? Yes. How do you come to Kochi? Like married and settled here. Married and settled here. Yeah. So എന്താണ് ഒരു കേരളത്തെക്കുറിച്ച് വ്യൂ പോയിന്റ് ഒക്കെ എന്താണ്? എങ്ങനെയാണ്? How you feel here? Very good, very nice. So you have a job here? Yeah, I'm working in Kusat. Okay. Yeah. Kusat. Yeah. Okay. You're professional? Yes. You? Sir? Doing business. Business. Yeah. എന്താണ്? Ready-made garments. So എല്ലാവരും സിഖുകാരാണല്ലേ? Yeah. So എന്താണ് ഒരു സിഖിസത്തിന്റെ ഒരു ബേസ് എന്താണ്? അല്ലെങ്കിൽ എന്താണ് സിഖിസം? Like what do you mean by? What do you mean by Sikhism? Okay, like caring, helping. Okay. So I know about Khalsa and do you have any? Like we are Sikh means we have sword, Amrit. Yeah. Yeah. So there is an oath, right? Yeah. Yes. Khanda. Yeah. This what we have worn it. Okay. Yeah. And we wear like big Bermuda style. Right. And we have a sword. And we have a separate comb for that. Okay. Yeah. So all are all have to take oath or? No, only few. Yeah. Those who are interested. Yes, those who are interested. Guru ka Khalsa, Vaheguru ka Vaheguru Ji ki Fateh. Fateh. What do you mean by that? That is all is one, right? Yeah. Huh? Everyone is one. God is one. God is one. Yeah. So
this was Guru Nanak's ആദ്യത്തെ Yes, yeah. revelation. Yeah, you have seen that sign, right? Yeah. Another boarding. Yeah, That's what I asked. yes. Okay, so you had 10 gurus. 10 gurus. Yeah. Right, okay. ഇത് എത്ര വർഷമായി ഇത് ഇവിടെ In Cochin. കൊച്ചിയിൽ? 50-ന്റെ മേളിൽ വർഷം. 50-ന്റെ മേളിൽ. 50 years. കൊച്ചിയിൽ ഇത് മാത്രമാണല്ലോ? Yes, only one. Only one. The second one is coming in Trivandrum. 200. Yeah. കേരളത്തിൽ ഒരെണ്ണം മാത്രം. ഒരെണ്ണമുള്ളൂ. Yeah. 200 ട്രിവാൻഡ്രത്ത് വരുന്നില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരെണ്ണം ആർമീൻ്റെ അണ്ടർ ഒരെണ്ണമുണ്ട്. ദാറ്റ് ഈസ് സിവിലിയൻസിൻ്റെ അല്ല, ഓക്കെ. ആർമി ക്യാമ്പിൻ്റെ അകത്ത്. അപ്പോൾ സിവിലിയൻസിൽ ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ. അത് കേരള ഗവൺമെൻറ് സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട് 25 cents. ഓക്കെ. സോ എല്ലാ ദിവസവും ഇവിടെ പ്രേയർ ഉണ്ടോ അതെയോ Wednesdays and Sunday. വെനസ്ഡേസ് ആൻഡ് സൺഡേ? സോ വാട്ട് യു ഹാവ് ഇൻ ഓൾട്ടർ പോലൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ എന്താണ്? വാട്ട് യു ഹാവ് What do you have in sense means? ഓൾട്ടറിൽ അവിടെ എന്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഗുരു ഗ്രന്ഥ് സാഹിബ്. ഗുരു ഗ്രന്ഥ. ഗുരു ഗ്രന്ഥ് സാഹിബ്. Holy book. Our holy book is Guru Granth ഓക്കെ. Sahib. ഓക്കെ. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ആരാ എഴുതിയത്? സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഫോർ പീപ്പിൾ ഹു വാണ്ടഡ് ടു കം ആൻഡ് യു ഫുഡ് കൂടെ കൊടുക്കുന്നുണ്ടല്ലേ? Yeah, we serve food. Yeah. എല്ലാ ദിവസവും ഉണ്ടോ ഉച്ചയ്ക്ക് മാത്രമാണോ? ഇത് ലങ്കറാണ്. ലങ്കർ മീൻസ് കമ്മ്യൂണിറ്റി കിച്ചൺ. ആർക്ക് വേണമെങ്കിലും വന്നിട്ട് കഴിക്കാം. ഓക്കെ. ഇത് ഞാൻ ഡെയിലി ഉണ്ടോ അതെയോ No, Wednesday evening, Wednesday night and Sunday afternoon. സൺഡേ ആഫ്റ്റർനൂൺ? Yeah. So Anybody can come. and I know you go to places where people suffer and Yeah, during flood, during COVID period and all. So അതെനിക്കറിയാം. So what is the motivation to that? സിക്കിസത്തിൻ്റെ ബേസ് ആയതുകൊണ്ടാണോ അതെയോ Sikkim is serving. സെർവിങ് ആണ്? ആൻഡ് പ്ലസ് യുവർ മൈൻഡ് Yeah. ദാറ്റ് ഈസ് ഹ്യൂമാനിറ്റി. അതെ. ഓൾ ആർ വൺ, നോ? അതെ. സോ ഞാൻ പല പ്ലേസസിലും, അതായത് ഇങ്ങനെ ഫാമിൻ പല സ്ഥലങ്ങളിലെല്ലാം സിക്കുകാർ വരുന്ന ഫുഡ് സെർവ് ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഈ സിക്കിസത്തിൻ്റെ ബേസ് ആയതുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് us. ഓക്കെ. Muskan. So how long you been here? 1 year. 1 year. So you came for a job? Yes. Okay. So and you're from Agra, right? Yes. So what is Sikhism, you have to tell? Sikhism, today we are celebrating our Guru Nanak Jayanti's 555 birthday. Okay. And in this occasion, he actually told us that to treat everyone equally. He believes, he told us three Sikhism players. The first one is like earn money honestly and distribute and shares among all. Okay. Second is that we have to eat langar and do langar sevas to everyone. Third is like I'm also forgetting one. Two I remember that I told. So that is the one. That's why we are following this langar seva and equality langar. No discrimination at this place. Anyone can come in this place and can have langar. Okay. That is the Sikhism. So I also heard you people being going to the places where there's a calamity hit or famine and all, and you serve there. So is that because of Sikhism? Or? Yes, because our Guru taught us not to discriminate anyone. Everyone is equal in every ways. No discriminations. So we are serving everyone. We are actually helping other peoples to get better life. Right. So who actually wrote the Sikhism into manual? It was not Guru Nanak, right? Guru Granth Sahib Ji was written by 10th Guru, Guru Gobind Singh Ji. Okay. He wrote that Guru Granth Sahib, which we used to follow. That is where every Guru That is the Guru Granth Sahib we followed. in every. Yes. പേരെന്തായിരുന്നു? അവതാർ സിംഗ്. സോ എത്ര വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ? എവിടെ? കേരളത്തിൽ 54 വർഷമായി. 54 വർഷമായിട്ട്. എന്താണ് ജോലി? എന്താണ്? നമ്മുടെ ബോംബെ ഓട്ടോമൈൽസ്. ഓട്ടോമൈസ് ആണ്. സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സിന്റെ. അപ്പം എന്താണ് കേരളത്തെക്കുറിച്ച്? നല്ല കേരള നമ്പർ വൺ സ്റ്റേറ്റ് ആണ് ഇന്ത്യ. ഓക്കെ. ഇപ്പം ഒരു സിക്കിസത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിക്കിസത്തെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഗുരുദ്വാരയെ കുറിച്ച്? സിക്കിസം
വലുതായി വരുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ സിക്കിസം എന്താ ഉണ്ട് ഇതെല്ലാം ഇവിടെ കണ്ണൂരിൽ എല്ലാം ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട്. കാറ്ററിക്കല് ഗിരിധർ ഹോസ്പിറ്റലിൽ ഹോമിയോപാത്തിക് ഫ്രീ തുടങ്ങിയിട്ടുണ്ട്. ആ ചാരിറ്റി വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ആൾക്കാർ മനസ്സിലാക്കി വരുന്നുണ്ട്. എത്ര പേരുണ്ടാവും? എത്ര ഇവിടെ ഔട്ട് സൈഡ് ഒരു 50 ഫാമിലി ഉണ്ടാവും. നേവൽ ബേസിൽ ഒരു 10-150. പഞ്ചാബിൽ എവിടെയാണ്? പഞ്ചാബ് പട്ടിയാല പട്ടിയാല മെയിൻ മലോട്ട് സിംഗ് അമ്മളോട് വെച്ച്. ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ। ਸੂਫੀ ਮਹੱਲਾ ਪੰਜਵਾਂ। ਜਿਸਕੇ ਸ੍ਰੀ ਉਪਰਤ ਸੁਆਮੀ ਸੋ ਦੁਖ ਕੈਸਾ ਪਾਵੈ ਬੋਲ ਨ ਜਾਣੈ